കോളേജ് ലൈഫ് കഴിഞ്ഞ ഒരാൾക്ക് എന്തായാലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ തീരാത്തത്രയും ഉണ്ട്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ആ ഫോട്ടോ ഒരിക്കലും കംപ്ലീറ്റ് അല്ല. ഇടയ്ക്കും ചെറിയൊരു വിഷമമുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യുക. ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ അത് ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നാളെ കാണാം. ഫേസ് ഈസ് ഓവർ. ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. ബട്ട് എന്തോ എനിക്കിതൊക്കെ പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, എൻ്റെ കോളേജ് ലൈഫിനെ പറ്റിയാണ്. അങ്ങനെ ഒരുപാട് പറയാൻ മാത്രം ഒന്നുമില്ല. എന്നാലും ചുരുക്കി പറഞ്ഞാൽ തീരാത്തത്രയും ഉണ്ട്. എനിക്ക് 1-ാം തീയതിയാണ് എക്സാംസൊക്കെ തീരുന്നത്. അപ്പം അന്ന് വൈകുന്നേരം വന്ന് എക്സാമിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം വേറെ എന്തെല്ലോ ഒരു തിരക്കായിട്ട് പോയി. ഇന്നലെ ഇപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എന്തോ ഇനി അവരെ കാണാൻ പറ്റൂല, അതേപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ അത് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഓൾമോസ്റ്റ് കോളേജ് ലൈഫ് കഴിഞ്ഞവർക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതിലെന്തായാലും ഇത് വൃത്തിക്കാണൊന്നുമില്ല. ഞാൻ എൻ്റെ കോളേജ് ലൈഫിനെ പറ്റി എഴുതി വെച്ചതാണ്. ഇതിപ്പോൾ ഒരു 2 പേജേ കാണത്തുള്ളൂ. ബട്ട് 2 പേജിൽ അത് ഒതുക്കി തീർക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ജസ്റ്റ് എനിക്ക് മനസ്സിലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ 1-ാം തീയതി എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിന്ന് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് സമയം കുറേ പോയി. അങ്ങനെ ഫോട്ടോ എടുത്തെങ്കിലും അതിൽ പിന്നീട് രണ്ടാളുടെ കുറവുണ്ട്. ആ ഫോട്ടോ ഒരിക്കലും കംപ്ലീറ്റ് അല്ല. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫെയർവെല്ലിനായിരിക്കും. ഫെയർവെൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അന്നുകൂടെ കഴിഞ്ഞു. ഇനി പിന്നെ കാണാനാവില്ല. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ കരയാൻ മാത്രം വിഷമമൊന്നും വരുന്നില്ലെങ്കിലും ഇടയ്ക്കും ചെറിയ വിഷമമുണ്ട്. എപ്പം ഡെയിലി പോയി അവരെ കണ്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റൂല. എനിക്ക് പേഴ്സണലി കോളേജ് ലൈഫ് തുടങ്ങിയ ആ ഒരു സമയം മുമ്പിൽ അത്രയും എൻജോയ് ചെയ്തൊന്നുമില്ല. കോളേജ് ലൈഫിൽ നിന്ന് പെട്ടെന്ന് തീർന്നാൽ മതി തന്നെയായിരുന്നു എനിക്ക്. ബട്ട് എന്തോ ഈ ഒരു തേർഡ് ഇയർ എനിക്ക് ഇത് തീരാറായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഒരു മന്തും കൂടെ അല്ലെങ്കിൽ ഒരു വീക്കും കൂടെ അവരൊപ്പം അതേപോലെ പഴയതുപോലെ പോയിരുന്ന് സംസാരിച്ച് അങ്ങോട്ടും കളിയാക്കലും വർത്താനും കളിയും ചിരിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കൂടെ കിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ ഉണ്ട്. ബട്ട് കിട്ടൂല. അതാലോചിക്കുമ്പോഴാണ് വിഷമം. ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും. ഞാനങ്ങനെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ അത്ര എൻജോയ് ഒന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് ഇയർ പകുതി ആയപ്പോഴാണ് ശരിക്കും അവരോടൊക്കെ ഒന്ന് നല്ലോണം ക്ലോസ് ആയി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോഴൊക്കെ തീർന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോഴൊക്കെ തീർന്നു. ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ കോളേജിലെത്തിയതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ പറയാനാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് തന്നെ. ഇപ്പം എനിക്ക് ഒന്നും വരുന്നില്ല. ഞാൻ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അവരെപ്പോഴും ടൈം സ്പെൻഡ് ചെയ്ത് മതിയായിട്ടില്ല. ലാസ്റ്റ് വീക്കൊക്കെ നമ്മൾ അങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്തി ആവും. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇതുപോലുള്ള നല്ല നല്ല മെമ്മറീസ് നിങ്ങൾക്ക് കോളേജ് ലൈഫിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇത് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയേ ഉള്ളൂ.